നമസ്കാരം. എളുപ്പത്തിൽ നമുക്കൊരു ചെമ്മീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക്, അതേപോലെ വാളംപുളി എടുത്തിട്ടുണ്ട്, അതേപോലെ കഴുകി വൃത്തിയാക്കി 1/2 കിലോ കൊഞ്ച്, പിന്നെ ഉള്ളി, തക്കാളി, വെണ്ടയ്ക്ക പേസ്റ്റ്, പിന്നെ പച്ചമുളക്. ഇത്രയാണ് ഇതിനാവശ്യമായിട്ട് വേണ്ടി വരുന്ന ഇൻഗ്രീഡിയൻസ്. ആദ്യമായിട്ട് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. നല്ല ചൂടായതിനു ശേഷം കുറച്ച് കടുക്, ഉലുവ ചേർത്ത് പൊട്ടിക്കുക. കുറച്ച് വറ്റൽമുളക് കൂടെ അതിലിട്ട് കൊടുക്കാം. കുറച്ചൊന്ന് പൊട്ടി വരുന്നൊരു സമയം വെയിറ്റ് ചെയ്യണം. നല്ലോണം പൊട്ടി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കളറ് ഒന്ന് മൂത്ത് വരുന്നൊരു സമയമാകുമ്പം നമുക്കിതിലേക്ക് കൊച്ചുള്ളിയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. കൊച്ചുള്ളി അതേപോലെ ഇട്ടാലും രണ്ടായിട്ടും, ഇതിപ്പോൾ അത്യാവശ്യം ഇത്തിരി വലിയ ഉള്ളി ആയതുകൊണ്ടാണ് രണ്ടായിട്ടും നുറുക്കി ഇട്ടേക്കുന്നത്. ഇത് നല്ല വാടി വരണം, വെന്ത് ജസ്റ്റ് ഒന്ന് വാടി വരണം. അപ്പം കുറച്ച് ഒരു ഉപ്പൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് വാടി കിട്ടും. നമുക്ക് ഗ്യാസിനൊക്കെ ഇപ്പോൾ വില കൂടുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ രീതിയിൽ ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉള്ളി പെട്ടെന്ന് വാടും. അപ്പോൾ അടച്ച് വെച്ച് കുറച്ചുകൂടെ വേവിച്ച് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് തന്നെ അത് വാടി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഒരു തക്കാളി അരിഞ്ഞത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. തീയൽ പോലെ നമുക്ക് ഇതിൻ്റെ ഒരു കൊഞ്ച് കറി എങ്ങനെ വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുപാടങ്ങ് വെന്തുടയണ്ട, ചെറിയൊരു വെന്ത് കളർ മാറുന്നൊരു രീതി അത് മതിയായിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക ഇതിന് ഏറ്റവും കറിക്ക് ഒരു കുറുകലും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. വെണ്ടയ്ക്ക ഇതേപോലെ മുറിച്ച്, അതായത് ഒരു 5 വെണ്ടയ്ക്ക നമ്മൾ എടുത്തേക്കുന്നത്. 1/2 കിലോ കൊഞ്ചിന് വേണ്ടിയിട്ട് 5 വെണ്ടയ്ക്ക കണക്കാക്കി എടുത്താൽ മതി. അതും ഒരുപാടങ്ങ് വെന്തുടയണ്ട. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വെണ്ടയ്ക്കയുടെ തന്നെ പച്ചമുളകും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടങ്ങ് എല്ലാം വെന്തുടയണ്ട. നമുക്കിപ്പോൾ കൊഞ്ച് വേവാനുള്ളത് കൊണ്ട് കൊഞ്ച് കൂടെ ഇതിൻ്റെ അകത്തിരുന്ന് വെന്ത് സെറ്റായി കിട്ടും നമുക്ക്. ഇതിൽ നമ്മൾ എടുത്തേക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയും അതേപോലെ ഒരു വെളുത്തുള്ളിയുമാണ്. അത് പേസ്റ്റ് ആക്കിയതാണ് അതിനോട് ആഡ് ചെയ്തേക്കുന്നത്. ഒരുപാട് പിന്നെ അരഞ്ഞു പോവാതെ ഒരു 2 കറക്കി എടുത്താൽ മതി മിക്സിയിൽ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അതേപോലെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തുകൊണ്ട് ഈ ചട്ടിയിൽ അടി പിടിക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. അതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഏകദേശം ഒരു വേവായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒന്ന് വാടിയാൽ മതി. വെണ്ടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഒരുപാടങ്ങ് വെന്തുടഞ്ഞ് പോവേണ്ട. ഈ ടൈപ്പിലൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ഈ കൊഞ്ചൂടെ ഇതിലിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്ന 1/2 കിലോ കൊഞ്ചാണ്, കായൽ കൊഞ്ചാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇനി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് നമുക്ക് ഇതിൽ അടച്ചു വെച്ച് കുറച്ചൊന്ന് വേവിക്കാം. അപ്പോഴത്തേക്ക് ഈ വെണ്ടയ്ക്കയും എല്ലാം കൂടെ ഒന്ന് വെന്ത് കിട്ടും നല്ലപോലെ. ഈ കൊഞ്ചും വെണ്ടയ്ക്കയും എല്ലാം കൂടെ വെച്ച് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും.
ഇതിനെ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിൻ്റെ കൂടെ മസാലപ്പൊടികളൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ മസാലപ്പൊടികൾ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ കാണിച്ചിരുന്ന പോലെ തന്നെ ആ അളവിൽ മസാലപ്പൊടികളെടുത്ത് ഈ 1/2 കിലോ കൊഞ്ചിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരുപാട് കൊഞ്ച് വെന്ത് പോകാത്തതുകൊണ്ട് ഉടയത്തില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. ഇളക്കി വെച്ച് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഉടയാതെ ഇളക്കി വെച്ചിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കുമ്പോൾ ഇതിലുള്ള വെള്ളവും ഒക്കെ ഇതിലോട്ട് കറിയിലോട്ട് ഇറങ്ങും. അപ്പോൾ ഈ മസാലയും ചെറുതായിട്ടൊന്ന് വെന്ത് നല്ല പരുവത്തിന് കിട്ടും. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഈ രീതിയിൽ കറികളൊക്കെ പറയുന്ന രീതിയിൽ ചെയ്ത് നോക്കിയാൽ ഇത് നല്ല രുചികരമായിട്ടുള്ളൊരു ഭക്ഷണമാണ്. നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് കറിയാണ്. അപ്പോൾ അത് ഏകദേശം അതിൻ്റെ അകത്ത് നിന്ന് വെന്ത് കുറച്ച് വെള്ളമൊക്കെ അതൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ വെന്ത് നല്ല രീതിയിലത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ചൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഉണ്ട്. തേങ്ങാപ്പാലൂടെ ഇതിൽ ചേർക്കണം. തേങ്ങാപ്പാലൂടെ ഇതിൽ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുമ്പം നമ്മുടെ നാടൻ രീതിയിലുള്ള കൊഞ്ച് കറി, സ്വാദിഷ്ടമായ കൊഞ്ച് കറിയുടെ തയ്യാറാവും. നമുക്കിനി ഇതിൽ കുറച്ച് തേങ്ങാപ്പാലൂടെ ചേർക്കാനുണ്ട്. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിൽ ചേർത്തേക്കണം. ഇതിൽ നമ്മൾ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമുറി തേങ്ങയുടെ പാൽ നമ്മൾ 2 വട്ടമായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അല്ലാതെ നമ്മൾ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. എല്ലാം കൂടെ നമ്മൾ പിഴിഞ്ഞൊഴിച്ച് അങ്ങനെ ഇതിൽ കറിയിൽ ഒഴിച്ചേക്കുന്നതാണ്. ഇങ്ങനൊന്ന് തയ്യാറാക്കി നോക്കണം. എളുപ്പവുമാണ്, നമുക്ക് രുചികരമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ കറിയുടെ ടെക്സ്ചറേ മാറി. ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം കുറച്ച് സമയമായിട്ടുണ്ട്. ഈ അടപ്പ് തുറക്കുമ്പോൾ ഒരു മണം ഇങ്ങനെ അടിച്ചു കയറും. നല്ല തേങ്ങാപ്പാലിൻ്റെയും ഇതെല്ലാം കൂടെ ഒന്ന് വെന്തതിൻ്റെയും ഒക്കെ മണം, മസാലപ്പൊടികളുടെയൊക്കെ മണം ഇങ്ങനെ അടിച്ച് കയറില്ല. കൊഞ്ച് കറി ഇപ്പോൾ അടുത്ത വീട്ടിലുള്ളവർ ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും കൊഞ്ച് കറിയാണോ വെച്ചതെന്ന്. ആ രീതിയിലുള്ള മണവും കാര്യങ്ങളുമാണ്. ഇതിന് കറിവേപ്പിലയും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് എടുത്താൽ നമ്മുടെ കൊഞ്ച് കറി, നാടൻ ചെമ്മീൻ കറി റെഡിയായി. എന്തായാലും ഉറപ്പായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നാലേ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്ക് അത് തിരുത്തി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുക, ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.